ഹായ് ഹലോ ഫ്രണ്ട്സ്, ചെമ്മീർ പൂവിന്റെ വരാൻ പോകുന്ന ഒരു അട്ടിപ്പൊളി ഭാഗത്തെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ ചന്ദ്രമതിക്ക് സച്ചിയോടുള്ള വെറുപ്പ് ഇങ്ങനെ കൂടി കൂടി വരികയാണ്. സച്ചി എന്ത് ചെയ്താലും എന്തിനും ഏതിനും കുറ്റം കണ്ടെത്തുന്ന ഒരാളായി മാറിയിരിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. തനിക്ക് രണ്ട് ആൺമക്കൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ പറയുന്ന സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ അങ്ങനെ ചിന്തിക്കരുത്, മൂന്ന് പേരെയും നിനക്ക് ഒരുപോലെ കണ്ടാൽ എന്താണ്, അതല്ലേ ഒരു യഥാർത്ഥ അമ്മ ചെയ്യേണ്ടത് എന്നെല്ലാം ഉപദേശിക്കുമ്പോൾ ചന്ദ്രമതി രവീന്ദ്രനോട് ചൂടായിക്കൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ എന്നെ ഉപദേശിച്ചു തരണ്ട. അപ്പച്ചി എന്ന് പറയുന്നവനെ എന്റെ മകനല്ല, എന്റെ ജീവിതം തകർക്കാൻ വന്നവനാ. അവനെ കാണുന്നത് പോലും എനിക്കിപ്പോൾ വെറുപ്പായിരിക്കുകയാണ് എന്നെല്ലാം ഒരമ്മ ഒരിക്കലും മകനെ പറ്റി പറയാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാമാണ് ചന്ദ്രമതി പറയുന്നത്. ഇപ്പോൾ സച്ചിയോട് ഇത്രയ്ക്കും ഒരു വെറുപ്പ് ചന്ദ്രമതിക്ക് തോന്നാൻ കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ചന്ദ്രമതി ഒരു സ്കൂൾ ടീച്ചറായിരുന്നു എന്ന് നമുക്കറിയാം. ആയിരുന്നു ചന്ദ്രമതിയുടെ ജോലി പോലും നഷ്ടപ്പെട്ടത്. സ്വന്തം മകനെ നേരാവണ്ണം വളർത്താൻ അറിയാത്ത നീ എങ്ങനെയാണ് മറ്റു കുട്ടികളെ പഠിപ്പിച്ച് നേരെയാക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ചന്ദ്രമതിയുടെ ആ ഒരു അധ്യാപന ജീവനം തന്നെ തകർത്തു കളഞ്ഞത്. ലോകത്തിൽ സച്ചി ഒരു മോശപ്പെട്ട പ്രവൃത്തി ചെയ്തതുകൊണ്ട് തന്നെ സച്ചിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജുവനൈൽ ഹോമിൽ ആക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞ യഥാർത്ഥത്തിൽ സച്ചി അല്ലായിരുന്നു അന്ന് കുറ്റവാളിയെങ്കിലും സച്ചി തന്റെ അമ്മയ്ക്ക് വേണ്ടി, അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട സുധിക്ക് വേണ്ടി, സുധിയെ രക്ഷിക്കാൻ വേണ്ടി കൂടിയാണ് സച്ചി ആ കുറ്റം ഏറ്റെടുത്ത് ജുവനൈൽ ഹോമിൽ പോകാൻ തയ്യാറായതും. ഏതായാലും ഒരു ദിവസം രേവതി സച്ചിയോട് ഇതിനെക്കുറിച്ചെല്ലാം ചോദിക്കുന്ന ഒരു അവസരത്തിലാണ് എല്ലാം അറിഞ്ഞിരിക്കുന്ന സത്യങ്ങളും പുറത്തു വരുന്നത്. രേവതി ചോദിക്കുന്നുണ്ട് സച്ചിയോട്, സച്ചിയേട്ടനോട് എന്തിനാണ് അമ്മയ്ക്ക് ഇത്രയും വെറുപ്പ്? മറ്റു മക്കളോടൊക്കെ എത്ര സ്നേഹത്തോടെയാണ് അമ്മ പെരുമാറുന്നത്, എത്ര സ്നേഹമാണ് അവരോടൊക്കെ. സച്ചിയേട്ടനോട് മാത്രം എന്താണ് എപ്പോഴും ഇങ്ങനെ അവഗണന അമ്മ കാണിക്കുന്നത് എന്നെല്ലാം ചോദിച്ചു പോവുകയാണ്. രേവതി എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് ചോദിക്കുമെന്ന് സച്ചിക്ക് മുൻപേ അറിയാമായിരുന്നു. എങ്കിലും ആ ചോദിക്കുന്ന സമയത്ത് ആദ്യം സച്ചി ഒന്നും മറുപടി കൊടുക്കുന്നില്ല. രേവതിക്ക് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ചെയ്യുന്നത്. രേവതി അത് പറയാൻ പിന്നെയും നിർബന്ധിക്കുന്നുണ്ടെങ്കിലും സച്ചി അവസാനം ദേഷ്യപ്പെടുന്ന ഒരു അവസ്ഥയിലാവുന്നു. എനിക്ക് അമ്മയില്ല, അമ്മയുടെ സ്നേഹവും ഇല്ല, എനിക്ക് അച്ഛനുണ്ട്, പിന്നെ മുത്തശ്ശിയും, ഇപ്പതേ നീയും ഉണ്ടല്ലോ, അത്രയും പോരെ എനിക്ക്. പിന്നെ എന്തിനാ വീണ്ടും കഴിഞ്ഞ കാലങ്ങളെ പറ്റിയൊക്കെ ചെയ്യാൻ നിൽക്കുന്നത്? എന്തിനാ എന്റെ ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം സച്ചി പറയുന്ന സമയത്ത് വേറൊന്നിനുമല്ല, നിങ്ങൾക്കിടയിൽ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് എനിക്ക് അറിയാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു തെറ്റിദ്ധാരണയെല്ലാം മാറ്റി എനിക്ക് അമ്മയും മകനെയും ഒരുമിപ്പിക്കാൻ പറ്റിയാലോ, എന്നെ കൊണ്ട് അതിന് കഴിഞ്ഞാലോ സച്ചിയേട്ടന് അമ്മയുടെ സ്നേഹം വാങ്ങിത്തരാൻ എന്നെ കൊണ്ട് കഴിഞ്ഞാൽ എനിക്ക് അതിൽ പരം സന്തോഷം വേറെ കിട്ടാനുണ്ടോ എന്നൊക്കെ രേവതി പറയുമ്പോൾ ഒടുവിൽ ആ ഫ്ലാഷ് ബാക്കിനെ പറ്റി സച്ചി തുറന്നു പറയാൻ തയ്യാറാവുകയാണ്. എന്നാൽ കൃത്യം ഇതേ സമയത്താണ് കേട്ടോ ചന്ദ്രമതി അവരുടെ റൂമിന് മുന്നിലൂടെ കടന്നു പോകുന്നത്. ചന്ദ്രമതി ശ്രുതിയെ അന്വേഷിച്ചിട്ട് മുകളിലോട്ട് വന്നതാണ്. പെട്ടെന്ന് സച്ചിയും രേവതിയും എന്തോ ഒരു സീരിയസ് ആയിട്ടുള്ള സംസാരത്തിലാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ചന്ദ്രമതി അത് എന്താണെന്നറിയാൻ, അവർ പറയുന്നത് എന്താണെന്നറിയാൻ അവിടെ കാതോർത്ത് നിൽക്കുന്നു. ആ നേരത്താണ് സച്ചി കഴിഞ്ഞ കാലങ്ങളെ പറ്റി രേവതിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് പണ്ടൊരിക്കൽ ഒരു വീട്ടിൽ നിന്ന് സുധി ആഭരണങ്ങളും കുറച്ച് പണവും എല്ലാം മോഷ്ടിച്ചൊളിപ്പിച്ചു വെക്കുകയുണ്ടായി. എന്നാൽ അവന്റെ കള്ളത്തരങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയെന്ന് അവൻ തിരിച്ചറിഞ്ഞപ്പോ അത് വേഗം എന്റെ തലയിൽ ചുമത്തി. ഞാനാണ് മോഷ്ടിച്ചതെന്ന് അവൻ അമ്മയുടെ മുമ്പിൽ വരുത്തി തീർത്തു. അന്ന് തുടങ്ങിയ അവന്റെ ഫ്രോഡ് കളി അവൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുക. എന്ന കള്ളത്തരങ്ങളെല്ലാം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുന്നതാണ് അവന്റെ ശീലം. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന രേവതി സച്ചിയോട് ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടന് എന്തിനാണ് പിന്നെ അന്ന് കുറ്റം ഏൽക്കാൻ പോയത്? എല്ലാ സത്യങ്ങളും അമ്മയോട് തുറന്നു പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി മറ്റൊരു സത്യം, ഞെട്ടിക്കുന്ന സത്യം രേവതിയോട് തുറന്നു പറയുകയാണ്. അതായത് ചന്ദ്രമതിക്ക് സുധിയോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് തന്നെ ഞാനല്ല കുറ്റം ചെയ്ത് അവനാണെന്ന് പറഞ്ഞാൽ അത് എന്റെ അമ്മയ്ക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കും. അമ്മ ശരിക്കും തകർന്നു പോകും. സുധിക്ക് ജുവനൈൽ ഹോമിൽ പോകേണ്ട ഒരു അവസ്ഥയുണ്ടായാൽ എന്റെ അമ്മയ്ക്ക് പിന്നെ അത് സഹിക്കാൻ കഴിയില്ല. ഞാനാണെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. പക്ഷേ രേവതി, ഇത്രയൊക്കെ ആണെങ്കിലും എന്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ പോലും എനിക്കതൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. കാരണം എനിക്ക് എന്റെ അമ്മയെ ജീവനാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണോ അമ്മയെ. ഇപ്പോൾ ചന്ദ്രപതി എന്നെല്ലാം വിളിച്ച് ഞാൻ അമ്മയെ ആക്ഷേപിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ എന്റെ സങ്കടം മാറ്റാനുള്ള ഒരു മറ മാത്രമാണ്. എനിക്ക് എന്റെ അച്ഛൻ എത്ര പ്രിയപ്പെട്ടതാണോ അതുപോലെ തന്നെ പ്രിയപ്പെട്ടതാണ് എന്റെ അമ്മയും. എന്റെ അമ്മ ഒരിക്കൽ ഭക്ഷണം കഴിക്കാതിരുന്നാലോ വിഷമിച്ചിരുന്നാലോ എനിക്ക് സഹിക്കില്ല. എല്ലാത്തിനും കാരണക്കാരനായ ആ സുധി, അവനോടാണ് എനിക്കിപ്പോ ദേഷ്യം. എന്റെ കയ്യിൽ നിന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് അമ്മയെ രക്ഷിക്കണം. ഒരുപാട് പണം അവൻ പറ്റിച്ചു വാങ്ങുന്നുണ്ട് അമ്മയുടെ കയ്യിൽ നിന്ന്. ഒടുവിൽ കടക്കാരിയാകുന്നതോ അമ്മയും. മാത്രമല്ല ഇതെല്ലാം കൊണ്ടും അച്ഛന്റെ വെറുപ്പും അമ്മ സമ്പാദിക്കുന്നുണ്ട്. സുധിയുടെ തന്ത്രങ്ങളൊന്നും ഇനി നടക്കരുത്. ഈ വീടിന്റെ ആധാരം പണയം വെച്ച് അവൻ അവന്റെ ഭാര്യയ്ക്കാണ് കൊടുത്തത്. എന്നിട്ടും പാവം അമ്മയ്ക്ക് അറിയില്ല അമ്മ വഞ്ചിക്കപ്പെടുകയാണ് എന്നുള്ള സത്യം. ശ്രുതിക്ക് ഒരു കുഞ്ഞുണ്ട് എന്നുള്ളൊരു സത്യം പോലും അറിയാതെയാണ് അമ്മ ശ്രുതിയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും സച്ചി അവിടെ നിന്ന് പറയുകയാണ് രേവതിയോട്. അപ്പൊ ഇതെല്ലാം കേട്ട് നിന്നിരുന്ന ചന്ദ്രമതിക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്നറിയില്ല.
ചന്ദ്രമതി ഇതെല്ലാം കേട്ട് സഹിക്കാനാവാതെ നെഞ്ചു പൊത്തി കരയുകയാണ് ചെയ്യുന്നത്. പൊട്ടി പൊട്ടി കരയുകയാണ്. എന്നിട്ട് സച്ചി എന്ന് വിളിച്ച് ഓടി വരികയാണ് സച്ചിയുടെ അടുത്ത്. അപ്പൊ ആദ്യം സച്ചിക്കും രേവതിക്കും മനസ്സിലാവുന്നില്ല, എന്താ സംഭവം ഒന്നും പിടികിട്ടുന്നില്ല. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ചന്ദ്രമതി ഇത്രയും നേരം അവിടെ നിപ്പുണ്ടായിരുന്നു എന്ന്, എല്ലാ കാര്യങ്ങളും കേട്ടു എന്ന്. ചന്ദ്രമതി സച്ചിയുടെ മുഖത്തെല്ലാം മാറി മാറി തൊട്ടിട്ട്, മോനെ ഇത്രയും കാലം ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ലല്ലോ, നീയാടാ എന്റെ പൊന്നുമോൻ, നീയാടാ, നീ തന്നെയാ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ സച്ചിയെ. പൊട്ടി പൊട്ടി കരയുന്നുണ്ട് കുറ്റബോധത്തോടെ. എന്തായാലും ഇതുവരെ സച്ചിയെ അവഗണിച്ചതിനെല്ലാം ചന്ദ്രമതി ക്ഷമ ചോദിക്കുന്നുണ്ട്. എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി സുധിയുടെ കള്ളത്തരങ്ങളെല്ലാം ചന്ദ്രമതിക്ക് ആ നിമിഷം അവിടെ വെളിവാവുകയാണ് ചെയ്യുന്നത്. ഏതായാലും അതിനുശേഷം സച്ചിയെ സ്നേഹം കൊണ്ട് മൂടുകയാണ്. ഇത്രയും നാൾ എത്രത്തോളം അവഗണിച്ചോ, എത്രത്തോളം കുറ്റം പറഞ്ഞു, അതിന്റെ ഇരട്ടിയായിട്ടാണ് ചന്ദ്രമതി സച്ചിയെ സ്നേഹിക്കുന്നത്. താമസിയാതെ സച്ചി കടങ്ങളെല്ലാം തീർത്ത് ആധാരമൊക്കെ തിരിച്ചു വാങ്ങി ചന്ദ്രമതിയെ ഏൽപ്പിക്കുന്നുണ്ട്. ചന്ദ്രമതിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് സച്ചിയുടെ കാലിൽ വരെ വീഴുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി. അപ്പോ സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ എന്തായി കാണിക്കുന്നതെന്ന്. അപ്പൊ ചന്ദ്രമതി പറയും, അതെ മോനെ, ഞാൻ നിന്റെ കാല് കഴുകിയ വെള്ളം കുടിച്ചാലും അതും നിന്നോട് ചെയ്ത് ദ്രോഹത്തിന് പകരമാവില്ല. നിന്നെ ഒരിക്കലും മകനായി അംഗീകരിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു, നിന്നെ പോലെ സ്നേഹവും സത്യസന്ധതയുള്ള ഒരു മകൻ ലോകത്തൊരമ്മയ്ക്കും കിട്ടില്ല എന്ന്. നിന്നെ മകനായി കിട്ടിയ ഞാൻ ഒരുപാട് ഭാഗ്യവാനാടാ സച്ചി ഒക്കെ പറഞ്ഞ് ചന്ദ്രമതി വിങ്ങിപ്പൊട്ടുമ്പോ കരയുന്നത് മറ്റൊരാൾ കൂടിയാണ്, രേവതി. അമ്മയും മകനും ഒന്നാവുന്നത് കാണാൻ ഇത്രമേൽ ആഗ്രഹിച്ചിട്ടുള്ള വേറൊരാളുണ്ടാവില്ല. അവരുടെ ഈ വൈകാരിക നിമിഷങ്ങളൊക്കെ കണ്ട് രേവതിക്ക് എന്താ പറയേണ്ടത്? സന്തോഷം കൊണ്ട് രേവതിയുടെ കണ്ണും നിറഞ്ഞൊഴുകുന്നു. ഏതായാലും സച്ചിയും ചന്ദ്രമതിയും ഒന്നാവുന്ന ഈ അപൂർവ നിമിഷങ്ങളൊക്കെ സീരിയലിന്റെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴാണ് കാണിക്കുന്നുണ്ടാവുക. ഒരുപാട് കാത്തിരിക്കേണ്ടി വരും അതിനൊക്കെ ആയിട്ട്. അപ്പൊ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്